ഡി രാജ CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി തുടരുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ CPI പാർട്ടി കോൺഗ്രസിൽ കരട് രേഖകളുടെ അവതരണം പൂർത്തിയായി. പലസ്തീൻ ക്യൂബ ഐക്യദാർഢ്യ പ്രമേയങ്ങൾ പാർട്ടി കോൺഗ്രസ് പാസാക്കി. സങ്കുചിത മനോഭാവം വെടിഞ്ഞ് വിശാല ഇടത് ഐക്യം കെട്ടിപ്പടുക്കണമെന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞു. പ്രായപരിധി കർശനമാക്കണോ എന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്ന് ദേശീയ സെക്രട്ടറി അമർജിത് കൗർ 24-നോട്. പതാക ഉയർത്തലും ഉദ്ഘാടന സമ്മേളനവും പൂർത്തിയാക്കി പാർട്ടി കോൺഗ്രസ് ഔപചാരിക നടപടികളിലേക്ക് കടന്നു. രാഷ്ട്രീയ പ്രമേയം, സംഘടനാ റിപ്പോർട്ട്, രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് എന്നിവയുടെ കരട് അവതരണം പൂർത്തിയായി. ചർച്ചകൾ നാളെ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. കടുത്ത വിമർശനങ്ങൾ ചർച്ചകളിൽ ഉയരുമെന്നാണ് സൂചന. പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിക്കണോ എന്ന കാര്യത്തിൽ അനൗപചാരിക ചർച്ചകളും നടക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കുമെന്ന് അമർജിത് കൗർ. സങ്കുചിത മനോഭാവം വെടിഞ്ഞ് വിശാല ഇടതൈക്യം കെട്ടിപ്പടുക്കണമെന്ന് MA ബേബി അടക്കം മറ്റ് ഇടതു പാർട്ടി ജനറൽ സെക്രട്ടറിമാർ പങ്കെടുത്ത ഉദ്ഘാടന സമ്മേളനത്തിൽ ഡി രാജ. We need political unity based on clear principles. We need secularism, democracy, social justice and people's welfare at the core. This is where the left has a decisive role. ഇന്ന് ചേർന്ന പലസ്തീൻ ക്യൂബ ഐക്യദാർഢ്യ സമ്മേളനങ്ങളിൽ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേസ്, ക്യൂബൻ അംബാസിഡർ ജുവാൻ കാർലോസ് മാർസൻ അഗുലേര എന്നിവർ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളെയും പിന്തുണച്ചുകൊണ്ടുള്ള പ്രമേയം പാർട്ടി കോൺഗ്രസ് ഐകകണ്ഠമായി പാസാക്കി. കരട് റിപ്പോർട്ടുകളുടെ അവതരണത്തിന് ശേഷം ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് പാർട്ടി കോൺഗ്രസ്. പ്രായപരിധി കർശനമായി പാലിക്കുമോ, ഡി രാജ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമോ എന്നീ കാര്യങ്ങളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. പാർട്ടി കോൺഗ്രസ് വേദിയായ സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.